So it's a good initiative, good effort, and I congratulate QMAC and 3 Dot Studios, and they should keep it going. All the best to them. പുതിയ എക്യുപ്മെൻറ്റുമായിട്ട് പരിചയപ്പെടാനും അത് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നോക്കാനൊക്കെ ഉള്ളൊരു അവസരം എന്നുള്ള രീതിയിൽ ഇത് വളരെ നല്ല ഒരു സംരംഭമാണ്. എക്സ്പീരിയൻസ് ദ ബിഗ് ഷോയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള ഫിലിം മേക്കിങ്ങിന് ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ഗാഡ്ജറ്റ്സും ഓൾമോസ്റ്റ് എല്ലാ ഗാഡ്ജറ്റ്സും കിട്ടുന്നുണ്ട്, അവൈലബിൾ ഉണ്ട്. മാത്രമല്ല അതിൻ്റെ ഡെമോ ഒക്കെ റിയൽ നല്ല എക്സ്പേർട്സാണ് വന്ന് നമുക്ക് ഡെമോ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ക്ലാസിക് കേസ് ഓഫ് സ്റ്റഡീസ്, ഇൻഫർമേറ്റീവ് സ്റ്റഡീസ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സിനിമാറ്റോഗ്രാഫി എക്യുപ്മെൻറ്റ്, ഗ്രിപ്പ്, ക്യാമറ, ലൈറ്റ്സ് എക്യുപ്മെൻറ്റിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നത്. ലെൻസ് നമുക്കിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി DI പോയി അതിൻ്റെ ഒരു ഔട്ട് അറിയാൻ പറ്റും. ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫംഗ്ഷനായിരുന്നു. എല്ലാവരും സഹകരിച്ചതിനകത്ത് ക്യുമാക്കിനോട് ചേർന്ന് നിന്നും 3 ഡോട്ട്സിലും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇങ്ങനൊരു പരിപാടി, ഇങ്ങനൊരു എക്സിബിഷൻ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിച്ചതിന് ക്യുമാക്കിനും അതേപോലെ 3 ഡോട്ട്സിനും അഭിനന്ദനങ്ങൾ. എല്ലാ ടൈപ്പ് ക്യാമറാസും ഉണ്ട്, എല്ലാ ലെൻസസും ഉണ്ട്. പിന്നെ എന്തായാലും ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയ 3 ഡോട്ട്സും ക്യുമാക്കും ഒരുപാട് ആശംസകൾ. It's a very nice gathering here and very well organized and managed by 3 Dot Film Studio and QMAC. ടെസ്റ്റ് ചെയ്യാൻ കുറേ നാളായി ആഗ്രഹിച്ചിരുന്ന കുറേ ലെൻസസൊക്കെ ശരിക്കും കാണാൻ പറ്റി. അത് ആക്ച്വലി ഒരു പല ക്യാമറാസിനും നമുക്ക് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റി. ഒരു വലിയ കാര്യമാണ്. ഈ എക്യുപ്മെൻസും ലെൻസും ക്യാമറയും എല്ലാം ഗാഡ്ജറ്റ്സും എല്ലാം നമ്മൾ കാണുമ്പോൾ വി ആർ റിയലി എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് ടു തിങ്ക് much more higher images with better technological perfection. I would say this is a great format to be in, which is helping cinematographers to interact with whatever is new in the market, and the format which being you can be at the exhibition and at the workshop together, like experimented with it together is a very good format. So this is my first time experiencing this thing, and I got to say it's huge. It's pretty amazing. ഇതുപോലുള്ള most modern cameras, lenses, rigs, softwares, everything. ഒരു DOP എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യത്തിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. Thank you once again QMAC and 3 Dots. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. It's a fantastic organization. I think all the DPs were so excited because they could experience everything in one place. That's the thing. That's a beautiful. It's been a fantastic experience. I'm really surprised by the amount of enthusiasm the DPs and cameramen and young people who've expressed knowledge and checked out cameras and lenses and ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ലാത്ത കുറേ ലെൻസുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അത് കറക്റ്റ് എല്ലാവരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഈ ബോൾട്ട് അതുപോലെ അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. don't have to light off anything. You shoot, always shoot with 5.6. Best of the world. It will take. So why do you light?
I believe the lens is the image what we are getting is because of that. Brightness കൂടുതലുള്ള ഒരു തലത്തിലേക്ക് ആ ഫോട്ടോഗ്രാഫി നമുക്ക് മാറ്റാൻ പറ്റും. Yes, definitely there is a frame rate restriction. You remember I told you like my wall is of 60 feet by 20 feet. It's a curved LED wall. തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഷേനാദ് കാണിച്ചിട്ടുള്ള ഒരു മിഡിൽ അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു കീ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കൃഷ്ണ ഷെട്ടി എന്ന് പറഞ്ഞ നമ്മുടെ ലാബ് ചീഫ് ബോംബെ. വിചാരിച്ചതിനേക്കാളും സപ്പോർട്ട് DOPകളുടെ സൈഡിൽ നിന്ന് കിട്ടി. ക്യുമാക്കിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. അവരുടെ എല്ലാ അംഗങ്ങളുടെയും പാർട്ടിസിപ്പേഷനും ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ബ്രാൻഡുകളുടെ എല്ലായിടത്തെ കയ്യിലായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ക്യാമറകളുടെ പുത്തൻ ശേഖരം അല്ലെങ്കിൽ ലൈറ്റുകളുടെ പുത്തൻ ശ്രേണി, ലെൻസുകളുടെ ഒരു കൂട്ടം, ആ തരത്തിൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇവ ഓരോന്നും കൈകാര്യം ചെയ്യാനും അവയുടെ ക്വാളിറ്റിയെക്കുറിച്ചിട്ട് സ്വയം മനസ്സിലാക്കാനും ഉതകുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും 3 ഡോട്ട്സിലെ ജിയോ ഇതിൻ്റെ ആദ്യകാലം തൊട്ട് ഇതിനെ ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ കുമാക്കിൽ അവതരിപ്പിക്കുകയും കുമാക്ക് അത് ഒന്നുചേർന്നുകൊണ്ട് രണ്ടുപേരും കൂടി അത് ഇത്ര വലിയ ഒരു വിജയമാക്കി തീർത്തു. സംഘടിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ഇതൊരു ചലഞ്ചാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതിന് ശരിക്കും ക്യുമാക്കിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ടുണ്ട്. അവർ ജിയോ 3 ഡോട്ട്സിലെ ജിയോയെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ജിയോ അതിനകത്ത് അസാധ്യ ഒരു എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാരെ ക്ലബ് ചെയ്ത് ഇത്രയും വെൻഡേഴ്സിനെ, ഇത്രയും പ്രൊഡക്ഷൻ ഹൗസസിനെ, ഇത്രയും എക്യുപ്മെൻറ്റ്സിനെ ഇവിടെ കൊണ്ടുവരാൻ ജിയോയും ക്യുമാക്കും കൂടി എടുത്തൊരു എഫേർട്ടിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് അംഗീകരിച്ചേ പറ്റുള്ളൂ, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ വന്നിട്ട് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയിട്ടുള്ള ആളുകളുടെ സന്തോഷവും അവരുടെ വാക്കുകളും നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇത്രയല്ല, ഇനി അടുത്ത വർഷങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനേക്കാളും വളരെ വലുതായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും, അവർക്കത് ഭയങ്കര യൂസ്ഫുൾ ആകുകയും ചെയ്യും എന്നൊരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളൊരു പ്രയത്നത്തിന് ഏറ്റവും നല്ല തുടക്കമായിട്ട് ഇനിയും ഇതുപോലുള്ള വലിയ വലിയ സംഗതികൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ തുടക്കമായിട്ട് നമുക്ക് ഈ എക്സ്പീരിയൻസ് ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ 2nd എഡിഷൻ നമുക്ക് കാണാൻ പറ്റണം.